എന്റെ പേര് രജിൽ. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ അവസാനം വായിച്ച നോവൽ കാട്ടൂർ കടവന്റെ ആയതുകൊണ്ട് തന്നെയാണ് അശോകൻ ചെരുവിന്റെ ഇവിടെ തന്നെ ചോദിക്കേണ്ടി വരുന്നത്. അവസാനം പൂർണ്ണമായിട്ട് വായിച്ച നോവൽ അതായിരുന്നു. അപ്പൊ അതില് ഈ ദിമിത്രി എന്ന കഥാപാത്രം നമ്മൾ അധികാരത്തിന്റെ ജീർണതകൾക്കെതിരെ പ്രതികരിക്കുന്നുണ്ട് നിരന്തരമായിട്ട്. അപ്പൊ ഞാൻ ഇതുപോലെ നമ്മളെ അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എന്ത് തെറ്റിനെയും ന്യായീകരിക്കാത്ത കുറെ ആളുകൾ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ നോവൽ എഴുതുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ആളുകൾ ഇതേപോലെ പാർട്ടിയിൽ ഉണ്ടായിട്ടും പാർട്ടിയുടെ തിന്മകൾക്കെതിരെ പ്രതികരിക്കാത്ത ആൾക്കാരെ കണ്ടുകൊണ്ട് എഴുതിയതാണോ, നിങ്ങൾക്ക് അങ്ങനെ പ്രതികരിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളൊരു നോവലായിട്ട് എഴുതിയതാണോ എന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഞാനിത് ചോദിക്കാൻ കാരണം, നിങ്ങൾ ഇപ്പോൾ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായ ദിവ്യയുടെ ഒരു അറസ്റ്റ് നടന്നപ്പോൾ അഴിമതിക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് നിങ്ങളൊരു പ്രസ്താവന ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കെതിരെ സൈബർ മാധ്യമങ്ങളിലൊക്കെ വ്യാപകമായ പ്രസ്താവനകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആർക്കെതിരെ അങ്ങനെ പ്രസ്താവനകൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. മോശം പ്രസ്താവനകൾ, അപ്പൊ ആ മോശം പ്രസ്താവന ഉണ്ടാവാൻ കാരണം നിങ്ങൾ പഠിക്കാത്ത തരത്തിൽ ഒരു പ്രതികരണം നടത്തി എന്നുള്ളത് കൊണ്ടാണ്. അതായത് ആ വ്യക്തി പറഞ്ഞ കാര്യം സത്യമാണോ എന്ന് പഠിക്കാത്ത തരത്തിൽ നിങ്ങളൊരു പ്രസ്താവന നടത്തിയത് കൊണ്ടാണ്. ഇന്ന് നമ്മുടെ എല്ലാ ഭരണ പാർട്ടികളും നടക്കുന്ന ഇതാണ്. നമ്മൾ എന്ത് തെറ്റ് കഴിഞ്ഞാലും ഭരണ പാർട്ടികളിൽ നിന്ന് നിൽക്കുന്നവർ അതിനെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ ആളുകൾ പറയാ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് വയലാർ അവാർഡ് കിട്ടി, ആ വയലാർ അവാർഡ് പോലും ഇങ്ങനെ കിട്ടിയാന്ന് ഇവർ ആൾക്കാർ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഇങ്ങനെ പ്രസ്താവനകൾ ഇറക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഒരു വഴി കൊടുക്കുന്ന പോലെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല എന്നാണ് എന്റെ ചോദ്യം. കാരണം ഞാൻ ചോദിക്കുന്ന കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കെതിരെ വ്യാപകമായ പ്രസ്താവനകൾ കണ്ടതുകൊണ്ടാണ്. അതായത് അഴിമതിയെ ചോദ്യം ചെയ്യാൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങളുണ്ട്. അത് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ അധ്യാപകനായിരുന്ന അച്ഛൻ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു ആർഷൈവ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി വളരെ ചെറിയ പ്രായത്തിൽ, ഒരു കുട്ടിയായിരുന്ന പ്രായത്തിൽ കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങിയപ്പോൾ ഉണ്ടാകുന്ന അനുഭവം എൻ്റെ ജീവിതത്തെ ആകമാനം തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ സർവീസിൽ കയറിയപ്പോൾ ഒരു അഴിമതി നിറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലാണ് വന്നത്. അതിൽ നിന്ന് വിട്ടുനിന്നു, ഒറ്റപ്പെട്ടു. ഞാൻ എത്ര കണ്ട് പ്രതികരിച്ചു എന്നുള്ളതൊക്കെ തന്നെ കേരളത്തിൽ ആ കാലഘട്ടത്തിൽ ഞാൻ എഴുതിയ കാര്യങ്ങളും മറ്റുമൊക്കെ പരിശോധിച്ചാൽ അറിയാം. പ്രതികരിക്കാവുന്നിടത്തോളം ഞാൻ പ്രതികരിച്ചു. പക്ഷെ ഞാൻ ഒറ്റപ്പെട്ടു. വാസ്തവത്തിൽ ഞാനൊരു ഭ്രാന്തനായില്ല എന്ന് മാത്രം. കാരണം എഴുത്ത് എന്ന് പറയുന്ന സംഗതി ഉള്ളതുകൊണ്ട്. എന്നെപ്പോലെ എഴുത്തിൽ അഴിമതിയിൽ നിന്ന് വിട്ടുനിന്ന ഒരു സഹോദരിയായിട്ടുള്ള, സഹപ്രവർത്തകയായിട്ടുള്ള സ്ത്രീ ഇന്നും കേരളത്തിൽ, ഞാനത് എഴുതിയിട്ടുണ്ട്, കേരളത്തിന്റെ കേരളത്തിന്റെ തെരുവുകളിലൂടെ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ് ഭ്രാന്തിയായിട്ട്. അപ്പോൾ അഴിമതിയെ ചോദ്യം ചെയ്യുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അവരെ സ്വാഗതം ചെയ്യാറുണ്ട്. അവർ ഏത് പാർട്ടിക്കാരിയായാലും ഏത് വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാളായാലും അഴിമതിയെ ചോദ്യം ചെയ്യുന്നതോട് എനിക്കൊരു സഹാനുഭൂതി ഉണ്ട്. അത് ഞാൻ പ്രകടിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ ഈ കണ്ണൂർ ജില്ലയിലുണ്ടായ പ്രശ്നത്തെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ആത്മഹത്യ അതിൻ്റെ ഭാഗമായിട്ട് നടന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയൊരു വൈകാരിക അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ വസ്തുതകൾ വെച്ച് ഈ വൈകാരിക അന്തരീക്ഷത്തിൽ പരിശോധിക്കാൻ പറ്റില്ല. പക്ഷെ അഴിമതിയെ ചോദ്യം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും യോജിപ്പുണ്ടാവും തോന്നില്ല. ഇപ്പൊ ഈ കോഴിക്കോടാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. കോഴിക്കോട് ഗവൺമെന്റ് കോളേജിലെ ഒരു ഡോക്ടർ, ജോർജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തെ ഇവിടുത്തെ പൗരാവലി സാമാന്യ ജനങ്ങൾ പോയിട്ട് അദ്ദേഹത്തെ ജനകീയ വിചാരണ ചെയ്തു. അദ്ദേഹം കൈക്കൂലി മേടിക്കുന്നു പറഞ്ഞിട്ട് ഒരു തെളിവ് അവർ ഹാജരാക്കിയില്ല കേട്ടോ. അദ്ദേഹം കൈക്കൂലി വാങ്ങിക്കുന്നു പറഞ്ഞിട്ട്, കൈക്കൂലി വാങ്ങിക്കുന്നു പറഞ്ഞിട്ട് അദ്ദേഹത്തെ വിചാരണ ചെയ്ത് ചെരുപ്പുമാല അണിയിച്ച് വിചാരണ ചെയ്ത് ശിക്ഷിക്കുന്ന പോലെ കൊണ്ടു നടന്നു. പല ആളുകളും അതിനെ അനുകൂലിച്ചു. സി അച്യുതമേനോൻ അടക്കം അദ്ദേഹത്തെ അനുകൂലിച്ചു. ആ ഡോക്ടറെ ഞാൻ ആത്മഹത്യ ചെയ്തെങ്കിൽ അച്യുതമേനോന്റെ കാര്യം എന്തായിരിക്കും എന്ന് ഞാൻ പിന്നീട് ആലോചിക്കാറ്, ഇപ്പൊ അടുത്ത കാലത്ത് ആലോചിച്ചു. അത് പോട്ടെ, നമുക്ക് ആ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ കഴിയില്ല. ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ നോവലിൽ എൻ്റെ ജീവിതത്തിന്റെ ചില ഭാഗങ്ങൾ വന്നു. അതിന്റെ ഭാഗമായിട്ട് കാട്ടൂർക്കടവ് നോവലിലും അഴിമതി ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് വന്നിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിന്റെ ഒരു പ്രശ്നമായതുകൊണ്ടാണ്, എൻ്റെ വലിയൊരു അനുഭവമായതുകൊണ്ടാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം ഏകാന്തത, സർക്കാർ സർവീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ നമുക്ക് സഹപ്രവർത്തകരും ഒക്കെ പാടെ കൂടി ഒന്നിച്ചുള്ള ഒരു ജീവിതമാണല്ലോ. പക്ഷെ അതൊന്നും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥ വാസ്തവത്തിൽ എൻ്റെ എഴുത്തിൽ വരുന്നു. അത്ര മാത്രമേ ഉള്ളൂ. കൂടുതൽ പറയുന്നത് ശരിയല്ല, കൂടുതൽ സമയമെടുക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് നിർത്തുക. വാരി